നമസ്കാരം. നമ്മൾ ഓരോരുത്തരും ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ തകരുന്നത് സ്വയം അങ്ങ് ഇല്ലാതായെങ്കിൽ എന്ന് തോന്നുന്നത്, എന്തിനാണ് ഞാൻ ജീവിച്ചിരിക്കുന്നത് എന്ന് തോന്നുന്ന ഒരു സന്ദർഭം ജീവിതത്തിലുണ്ടാവും. നിങ്ങൾക്കും എനിക്കുമൊക്കെ ഉണ്ടാകും. ചിലർക്കൊക്കെ ഓൾറെഡി അത് ഉണ്ടായിട്ടുണ്ടാകാം. ഏതാണ് ആ സന്ദർഭം എന്നല്ലേ? നിങ്ങൾ ചിലപ്പോൾ ഒരു പ്രവാസിയായിരിക്കാം, ഒരു സർക്കാർ ജോലിക്കാരനാകാം, ബിസിനസ്സുകാരനാകാം, താരമാകാം, എന്തോ ആകാം. നിങ്ങളുടെ ആയ കാലത്ത് നിങ്ങളുടെ ആരോഗ്യം മറന്ന്, നിങ്ങളുടെ സന്തോഷങ്ങൾ മറന്ന്, നിങ്ങളുടെ കുടുംബത്തിനായി, നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി ഒരുപാട് പണമുണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ മാറ്റിവെക്കും. നിങ്ങളുടെ കൂട്ടുകാരോടൊത്ത നിമിഷങ്ങൾ, യാത്രകൾ, ഇഷ്ടമുള്ള ഭക്ഷണം, ഇഷ്ടമുള്ളതൊക്കെ അതൊക്കെ മാറ്റിവെച്ചുകൊണ്ട് എനിക്കൊരു കുടുംബമുണ്ട്, ഭാര്യയുണ്ട്, മകളുണ്ട്, മകനുണ്ട്, അച്ഛനുണ്ട്, അമ്മയുണ്ട് എന്ന് അവരെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് അത് മാത്രമായും നിങ്ങളുടെ സന്തോഷം. നിങ്ങൾക്ക് കിട്ടുന്ന ഓരോ നാണയത്തുട്ടുകളും നിങ്ങൾ അവർക്കായി അയച്ചു കൊടുക്കും. പ്രവാസിയാണെങ്കിൽ 10-15 പേരുടെ കൂടെ ഒരു ചെറിയ റൂമിൽ കിടന്നുകൊണ്ട്, ഒരു ചെറിയ ബെഡ് ഷെയർ ചെയ്തുകൊണ്ട് അങ്ങനെ കിട്ടുന്ന പണം വരെ കൃത്യമായിട്ട് വീട്ടിലേക്ക് അയച്ചുകൊണ്ടേയിരിക്കും. കുറച്ച് നാൾ കഴിയുമ്പോൾ നിങ്ങളുടെ ആരോഗ്യം ക്ഷയിക്കും, നിങ്ങളുടെ മനസ്സ് ക്ഷയിക്കും, ജോലി പോകും, നിങ്ങളുടെ നാട്ടിലേക്ക് തിരിച്ചെത്തുന്നത് നിങ്ങൾ ശൂന്യനായിട്ടാണ്. നിങ്ങളുടെ കയ്യിൽ പണമൊന്നും ഉണ്ടാകുകയില്ല. നിങ്ങളുടെ സമ്പത്തൊക്കെ നിങ്ങളുടെ ബന്ധുക്കളുടെ കയ്യിലേക്ക് എത്തിയിട്ടുണ്ടാകാം. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നിങ്ങൾ ഈ ഒരു ചോദ്യം കേൾക്കേണ്ടി വരും. എടോ, എനിക്ക് കുറച്ച് പണം വേണം. എൻ്റെ കയ്യിൽ പണമില്ല അച്ഛാ, എൻ്റെ കയ്യിൽ പണമില്ല മോനെ, എൻ്റെ കയ്യിൽ പണമില്ല ചേട്ടാ. നിങ്ങളുടെ കയ്യിൽ പണമൊന്നുമില്ലേ ചേട്ടാ? നിങ്ങൾ ഈ 10-35 വർഷം കിടന്ന് കഷ്ടപ്പെട്ടിട്ട് നിങ്ങളുടെ കയ്യിൽ ഒരു പണം പോലും ഇല്ലേ? നിങ്ങൾ പിന്നെ എന്തെടുക്കുകയായിരുന്നു ഇവിടെ? അത് ഞാൻ നിങ്ങൾക്ക് അയച്ചു തന്നില്ലേ? ഞാൻ പറഞ്ഞു തന്നിട്ടാണോ എനിക്ക് നിങ്ങൾ അയച്ചു തന്നത്? എനിക്ക് അയച്ചു തരേണ്ട ആവശ്യം എന്തായിരുന്നു എന്നൊരു ചോദ്യം. ഇത് നിങ്ങൾ പല ആൾക്കാരും ഇതുവരെ കേട്ടിട്ടുണ്ടാകാം. എനിക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്തു? ഇത്രയും നാൾ നിങ്ങൾ കഷ്ടപ്പെട്ടിട്ട് നിങ്ങളുടെ കയ്യിൽ പണമൊന്നുമില്ലേ? ഞാൻ പറഞ്ഞിട്ടാണോ എന്നെ പഠിപ്പിച്ചത്? ഞാൻ പറഞ്ഞിട്ടാണോ എനിക്ക് വീട് വെച്ച് തന്നത്? ഞാൻ പറഞ്ഞിട്ടാണോ ഈ കാര്യങ്ങളൊക്കെ ചെയ്തത്? ഈ ഒരു ചോദ്യം നിങ്ങളെ സ്വയം ഇല്ലാതാക്കും, തകർക്കും. അതുറപ്പാണ്. നിങ്ങളും ഞാനുമൊക്കെ നാളെ ഈ ഒരു സ്ഥിതിയിലൂടെ കടന്നു പോകേണ്ടവരാണ്, അല്ലെങ്കിൽ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നവരാണ്, കടന്നു പോയിട്ടുള്ളവരാണ്. കഴിഞ്ഞ ദിവസം വിൽപത്രവുമായി ബന്ധപ്പെട്ട് ഞാൻ ചെയ്തൊരു വീഡിയോ വളരെ വൈറലായി തീരുകയും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മലയാളികളായ കുറേയേറെ ആൾക്കാർ സംശയങ്ങൾ ചോദിക്കുവാനും കൺസൾട്ടേഷനും ഒക്കെ ആയിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. കൗൺസിലിംഗ് സെക്ഷൻസ് ഒക്കെ. ആ കൂട്ടത്തിൽ ഒരു പ്രവാസി വളരെ ക്ഷീണിതമായ ശബ്ദത്തിൽ പറഞ്ഞു, എനിക്കൊരു സംശയം ചോദിക്കാനുണ്ട്, ചോദിച്ചോട്ടെ എന്ന് ചോദിച്ചു. അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ നിന്ന് ധാരധാരയായിട്ട് വെള്ളം വരുന്നത് ഞാൻ ശ്രദ്ധിച്ചു, കണ്ണീർ വരുന്നത് ഞാൻ ശ്രദ്ധിച്ചു. വീഡിയോ കോളിലാണ് അയാൾ പറഞ്ഞത്, 35 വർഷം ഞാൻ സൗദി അറേബ്യയിലായിരുന്നു. എനിക്ക് അച്ഛനും അമ്മയും സഹോദരങ്ങളൊക്കെ ഉണ്ട്, 4-5 സഹോദരങ്ങളൊക്കെ ഉണ്ട്.